ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി 1989-ൽ അധികാരമേറ്റതിനു ശേഷം ഏകദേശം 4 പതിറ്റാണ്ടോളം തുടർച്ചയായി പങ്കെടുത്തിരുന്ന ഒരു പ്രധാന ചടങ്ങിൽ നിന്ന് ആദ്യമായി വിട്ടുനിൽക്കുന്നത് രാജ്യത്തിന്റെ രാഷ്ട്രീയ സൈനിക വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 8-ന് ഇറാനിലെ വ്യോമസേനാ കമാൻഡർമാരുമായി നടക്കുന്ന വാർഷിക കൂടിക്കാഴ്ച ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ശക്തിയും വിശ്വസ്തതയും പ്രതീകപ്പെടുത്തുന്ന ഒരു ചടങ്ങായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇത്തവണ ഖമേനി നേരിട്ട് പങ്കെടുത്തില്ല. പകരം സായുധ സേനാ മേധാവിയായ അബ്ദുൾ റഹീം മൗസവി വ്യോമസേനാ ഉദ്യോഗസ്ഥരെ കണ്ടുമുട്ടി. ഇത് വെറും ആരോഗ്യപരമായ കാരണമോ അല്ലെങ്കിൽ തന്ത്രപരമായ രാഷ്ട്രീയ സന്ദേശമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ അപൂർവമായ അസാന്നിധ്യം കേവലമൊരു വിട്ടുനിൽക്കലല്ല, മറിച്ച് അമേരിക്കയുടെ പ്രകോപനപരമായ നീക്കങ്ങൾക്കെതിരെ ആയത്തുള്ള ഖമേനി നടത്തുന്ന അതിശക്തമായ തന്ത്രപരമായ ജാഗ്രതയുടെ ഭാഗമാണ്. ഇറാനെതിരെ സൈനിക നടപടിക്ക് കോപ്പുകൂട്ടുന്ന വാഷിംഗ്ടണിന്റെ കണക്കുകൂട്ടലുകളെ തകിടം മറിക്കുന്ന ഒരു നീക്കമാണിതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഖമേനിയുടെ ഈ തീരുമാനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇറാന്റെ കരുത്താണ് പ്രകടമാക്കുന്നത്. ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് തന്റെ സാന്നിധ്യത്തേക്കാൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വ്യവസ്ഥാപിതമായ ഭരണക്രമത്തിനുമാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത്. തന്റെ അസാന്നിധ്യത്തിലും രാജ്യത്തിന്റെ സായുധസേനയും ഭരണ സംവിധാനവും ഒരേപോലെ സുശക്തമാണെന്ന വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം ലോകത്തിന് നൽകുന്നത്. അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ കൂടുതൽ കൃത്യതയോടെയും ബുദ്ധിപരമായ കരുനീക്കങ്ങളോടെയും ഇറാനെ നയിക്കാൻ ഖമേനിക്ക് സാധിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. സാധാരണയായി ഈ വാർഷിക കൂടിക്കാഴ്ചയിൽ ഖമേനി പങ്കെടുത്ത് സൈനിക ഉദ്യോഗസ്ഥർക്ക് അഭിവാദ്യവും പ്രചോദന പ്രസംഗവും നൽകുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതും പുറം ലോകത്തിന് ഒരു ശക്തി പ്രദർശിപ്പിക്കുന്നതുമായ നടപടിയായിരുന്നു. അതുകൊണ്ടുതന്നെ ഇത്തവണത്തെ അഭാവം ഇറാന്റെ നേതൃത്വത്തിന് മുൻഗണനകൾ മാറിയെന്ന സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ഖമേനിയുടെ അഭാവത്തെക്കുറിച്ച് ഔദ്യോഗികമായി വ്യക്തമായ വിശദീകരണം ഇറാൻ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇതിനു പിന്നിൽ ഒന്നിലധികം സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നു. ആദ്യത്തേത് സുരക്ഷാ കാരണങ്ങളാണ്. ഇറാൻ-അമേരിക്ക സംഘർഷം ഉയരുന്നതിനിടയിൽ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണ സാധ്യതകൾ വർദ്ധിക്കുമെന്ന ആശങ്ക ഇറാനിൽ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഇറാന്റെ മുൻ പ്രമുഖ സൈനിക കമാൻഡർ കാസിം സുലൈമാനിയുടെ വധത്തിന് ശേഷം അമേരിക്കൻ നടപടികളെക്കുറിച്ച് ഇറാൻ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഖമേനി നേരിട്ടു വലിയ സൈനിക സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത് അപകടസാധ്യത വർദ്ധിപ്പിക്കുമെന്ന വിലയിരുത്തലുണ്ടാകാമെന്ന് നിരീക്ഷകർ പറയുന്നു. അതേസമയം ഇതൊരു പ്രതീകാത്മക രാഷ്ട്രീയ സന്ദേശമായും കരുതപ്പെടുന്നു. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇറാൻ തന്റെ നീക്കങ്ങൾ കൂടുതൽ കണക്കുകൂട്ടലോടെ നടത്തുകയാണെന്ന സന്ദേശം നൽകാൻ ഇത്തരമൊരു ചടങ്ങ് ഒഴിവാക്കൽ ഒരു തന്ത്രമായി ഉപയോഗിച്ചിരിക്കാമെന്നാണ് ചില വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാന്റെ നേതൃത്വത്തിന് ഇപ്പോൾ ശക്തിപ്രകടനങ്ങളെക്കാൾ തന്ത്രപരമായ ജാഗ്രതയാണ് മുൻഗണന എന്ന നിലപാടിലേക്കാണ് ഈ നടപടി സൂചന നൽകുന്നത്. അത്തരത്തിൽ ഒരു ഡെപ്യൂട്ടിയെ അയച്ചത് ഭരണഘടനാപരമായ സംവിധാനങ്ങൾ സ്ഥിരതയുള്ളതാണെന്നും ഖമേനി ഇല്ലാതെയും ഭരണസംവിധാനം നിയന്ത്രണത്തിൽ തുടരുന്നുവെന്നും കാണിക്കാനുള്ള ശ്രമമായിരിക്കാം. ഖമേനി നേരിട്ട് പങ്കെടുക്കാത്തതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൂടുന്നത് അദ്ദേഹം ഇറാന്റെ പരമാധികാരിയായ നേതാവായി രാജ്യത്തെ നിഴൽ യുദ്ധങ്ങളിലൂടെയും പ്രാദേശിക സംഘർഷങ്ങളിലൂടെയും നയിച്ച പശ്ചാത്തലത്തിലാണ്. ഇറാൻ പിന്തുണയ്ക്കുന്ന വിവിധ പ്രാദേശിക ഗ്രൂപ്പുകൾ, ഗൾഫ് മേഖലയിൽ നടന്ന ആക്രമണങ്ങൾ, ഇസ്രയേലുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ, യമൻ, ഇറാഖ്, സിറിയ തുടങ്ങിയിടങ്ങളിലെ പാരഷ്ട്രീയ ഇടപെടലുകൾ ഇവയെല്ലാം ഖമേനിയുടെ ഭരണകാലത്ത് ഇറാനെ ഒരു ശക്തമായ പ്രാദേശിക കളിക്കാരനാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പലപ്പോഴും സൈനിക രാഷ്ട്രീയ തീരുമാനങ്ങളുടെ അവസാന വാക്ക് എന്ന പ്രതീകമായി ലോകം കണക്കാക്കാറുണ്ട്. അമേരിക്കൻ ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നയിടയിൽ ഖമേനി പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക ഒരു യുദ്ധം ആരംഭിച്ചാൽ അത് മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ വ്യാപിക്കുകയും നിയന്ത്രിക്കാൻ കഴിയാത്ത വലിയ സംഘർഷമായി മാറുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത്. ഇറാന്റെ ഈ നിലപാട് വെറും ഭീഷണി പ്രസംഗം മാത്രമല്ല, മറിച്ച് പ്രാദേശിക സഖ്യങ്ങളിലൂടെ പ്രതികരിക്കാനുള്ള കഴിവ് ഇറാൻ ഉണ്ടെന്ന മുന്നറിയിപ്പാണിത്. ഇറാൻ നേരിട്ട് ഏറ്റുമുട്ടൽ ഒഴിവാക്കിയാലും അതിന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ മുഖേന പ്രതികാരം നടത്താൻ സാധ്യതയുണ്ടെന്നതും അമേരിക്കൻ തന്ത്രപരമായ ആശങ്കകളിലൊന്നാണ്. ഇതിനിടെ നയതന്ത്ര തലത്തിലും പുതിയ നീക്കങ്ങൾ നടക്കുകയാണ്. ഇറാൻ ഒമാനിൽ അമേരിക്കയുമായി ആണവ ചർച്ചകൾ നടത്തിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു.
ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളും മിസൈൽ പദ്ധതിയും അതുപോലെ പ്രാദേശിക ഇടപെടലുകളും സംബന്ധിച്ച് കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുന്നുണ്ടെങ്കിലും ഇറാനിയൻ നയതന്ത്രജ്ഞർ ഈ ചർച്ചകളെ നല്ല തുടക്കമെന്ന് വിശേഷിപ്പിച്ചതും ശ്രദ്ധേയമാണ്. ഇത് ഇറാൻ ഇപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്ന സൂചനയായിരിക്കുമ്പോഴും അതേസമയം ആണവ സമ്പുഷ്ടീകരണം തുടരുമെന്നും അതിനെ തടയാൻ ആർക്കും കഴിയില്ല എന്നും ഇറാൻ ആവർത്തിച്ചു വ്യക്തമാക്കിയതിലൂടെ അമേരിക്കയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്ന നിലപാടും പ്രകടമാക്കുന്നു. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ ഘടനയിൽ നടക്കുന്ന ചർച്ചകളും ഈ സംഭവവുമായി ബന്ധിപ്പിക്കപ്പെടുന്നു. അമേരിക്കൻ സമ്മർദ്ദത്തെ എങ്ങനെ നേരിടണമെന്ന വിഷയത്തിൽ ഇറാനിലെ രാഷ്ട്രീയ സൈനിക വിഭാഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു വിഭാഗം ശക്തമായ പ്രതിരോധം മുന്നോട്ട് വയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നു. മറ്റൊരു വിഭാഗം നയതന്ത്ര സാധ്യതകൾ തുറന്നുവെക്കേണ്ടതുണ്ടെന്ന നിലപാടിലേക്കാണ് പോകുന്നത്. ഖമേനി ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയും അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ പങ്കെടുപ്പിക്കുകയും ചെയ്തത് ഈ ആഭ്യന്തര തീരുമാന പ്രക്രിയയിൽ ഒരു തന്ത്രപരമായ സൂക്ഷ്മത പുലർത്തുന്നു എന്ന സൂചനയായി കാണപ്പെടുന്നു. ഖമേനി ഒഴിവാക്കിയ ഈ വാർഷിക കൂടിക്കാഴ്ച ഇറാന്റെ സൈനിക സംവിധാനത്തിന് വെറും ചടങ്ങല്ല, മറിച്ച് അത് ഭരണകൂടത്തിന്റെ ശക്തിയും സൈനിക വിശ്വസ്തതയും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നാടകമാണ്. അതിനാൽ തന്നെ ഈ ചടങ്ങിൽ ഖമേനിയുടെ അസാന്നിധ്യം ഭാവിയിൽ ഇറാൻ സ്വീകരിക്കാനിരിക്കുന്ന സമീപനങ്ങളെക്കുറിച്ചുള്ള അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുന്നു. ചില നിരീക്ഷകർ ഇത് ആരോഗ്യപ്രശ്നങ്ങളുമായി ബന്ധിപ്പിച്ചാലും അതിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്തതിനാൽ ഈ സംശയം നിലനിൽക്കുന്നു. ആകെ കണക്കിലെടുക്കുമ്പോൾ ഈ ഫെബ്രുവരി 8 ഈ അപൂർവമായ സംഭവത്തെ ഒരു ചെറിയ വാർത്തയായി മാത്രം കാണാനാവില്ല. ഇത് ഇറാന്റെ നേതൃത്വത്തിലെ സുരക്ഷാ ആശങ്കകൾ, അമേരിക്ക-ഇറാൻ ബന്ധത്തിലെ പുതിയ തന്ത്രങ്ങൾ, ആണവ ചർച്ചകളിലെ അനിശ്ചിതത്വം, ആഭ്യന്തര ശക്തികേന്ദ്രങ്ങളിൽ നടക്കുന്ന ചലനങ്ങൾ തുടങ്ങിയവയുടെ ഒരു പ്രതീകാത്മക സൂചനയായി മാറുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സാധ്യതകൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഖമേനിയുടെ ഒരു ചടങ്ങ് ഒഴിവാക്കൽ പോലും അന്താരാഷ്ട്ര പശ്ചാത്തലത്തിൽ വലിയ അർത്ഥങ്ങൾ സൃഷ്ടിക്കുന്നു.